എന്റെ വിജയേട്ടാ, ഈ വീട്ടിലെ ജോലിയൊക്കെ ചെയ്തു തീർക്കണ്ടേ? കഴിക്കാനുണ്ടാക്കണം, അലക്കണം, തേക്കണം, മുറി അടിച്ചു വാരണം. ഹോ, ഞാൻ വശം കെട്ടു. അതിനിടയിലെ രണ്ട് സന്തതികള്, ഒരാൾക്ക് ചപ്പാത്തിയും ചിക്കനും, വേറൊരാൾക്ക് നൂഡിൽസ്. ഹോ, രണ്ടിനും മേച്ച് നടക്കാൻ ചിലർ പാടൊന്നുമല്ല പെടുന്നത്. വിജയേട്ടന് ഇത് വല്ലതും അറിയണോ? ആഹാ, ഒരു ദിവസം നീ വീട്ടുജോലിയൊക്കെ ചെയ്തപ്പോ കഷ്ടപ്പെട്ടു പോയി അല്ലേ? അതേ ജോലി അല്ലടി നീ ജാനിമോളെ കണ്ട് എല്ലാ ദിവസവും ചെയ്യിക്കുന്നേ. ആ പാവം എന്തോരം വശം കെടണം. എന്നിട്ട് എന്തെങ്കിലും മറുത്തൊരു വാക്ക് നിന്നോട് അവള് പറഞ്ഞിട്ടുണ്ടോ? വിജയേട്ടാ, എന്നെ അവളെ ഒരു തട്ടിലിട്ട് തൂക്കരുതെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാനേ വിജയേട്ടന്റെ ഭാര്യ, അത് മറക്കണ്ട. എന്തു പറഞ്ഞാലും ഒരു യാനിമോള്. എന്താടേ ഇപ്പൊ ജാനിമോൾ എന്ന് പറഞ്ഞപ്പോ ഒരു പുച്ഛം? വിജയേട്ട കാര്യം പറ. എനിക്ക് അടുക്കളയിൽ 100 കൂട്ടം പണി കിടക്കുന്നു. രാവിലെ ഞാൻ പോകുന്നതിന് ശേഷം നമ്മുടെ ഫോണിന് എന്തെങ്കിലും തകരാറുണ്ടായിട്ടുണ്ടോ പകല്? ഇല്ല. അതെന്ത് വിജയേട്ടാ? അല്ല, പലതവണ ഞാൻ ഫോൺ ചെയ്തു. എവിടെയായിരുന്നു നീ? പകല് ആ, ഞാനിന്ന് സ്കൂളിൽ പോയില്ലായിരുന്നോ? എന്താ നീ പറഞ്ഞ? സ്കൂളിൽ പോയെന്നോ? ആ, സ്കൂളിൽ പോയി. രാവിലെ എച്ചമ്മ വിളിച്ചായിരുന്നു. ഇന്ന് ഭാമ ടീച്ചറും സരസ്വതി ടീച്ചറും ലീവാ, വേറെ 2 പേര് ട്രെയിനിങ്ങിനും പോയിന്ന്. ഒന്ന് സഹായിച്ചൂടെ രത്നമ്മയെന്ന് ചോദിച്ചപ്പോ എങ്ങനെ പറ്റില്ലെന്ന് പറയാ. അപ്പൊ ജാനിമോളോ? അവളിവിടെ കിടന്നു, അല്ലാണ്ടെന്ത് ചെയ്യാന്? നീ ജാനിമോളെ തനിച്ചാക്കിട്ട് പോയോ? ആ. നീ ഒരു മനുഷ്യസ്ത്രീ തന്നെയാണോടി? എങ്ങനെ തോന്നി നിനക്ക് ആ കുഞ്ഞിനെ തനിച്ചാക്കിട്ട് സ്കൂളിൽ പോവാൻ? എണീറ്റ് നടക്കാൻ പോലും അവധിയില്ലാത്ത പാവം എന്തോരം വിഷമിച്ചാണോ അത്? ഞാൻ ഇവിടെ ശമ്പളം കളഞ്ഞ് അവധിയെടുത്ത് കാവലിരുന്ന അവളുടെ അസുഖം മാറുമോ? എന്നാലും ഇത്രയും ദിവസം നിനക്ക് 4 നേരം നിന്റെ പാകം നോക്കി വെച്ച് വിളമ്പി സദാസമയം കാവലിരുന്ന് പരിചരിച്ചില്ലേ? എന്നിട്ട് അവൾക്കൊരാപത്ത് വന്നപ്പോ നീ പൊടിയും തട്ടി പോയി അല്ലടേ? ഓ, ചെകുത്താൻ നമസ്കരിക്കൂടി നിന്റെ മുന്നില്. അത്രയ്ക്ക് ഭയങ്കരയാ നീ. വിജയേട്ടൻ ഇത്ര ചൂടാവാൻ എന്തിരിക്കുന്നു? അവൾക്ക് കഴിക്കാനുള്ളതെല്ലാം ഒരുക്കി വെച്ചിട്ടാ ഞാൻ പോയത്. മാനസപുത്രി ആരും പിടിച്ചോണ്ട് പോണ്ടാന്ന് കരുതി വീട് പുറത്തുനിന്ന് പൂട്ടുകയും ചെയ്തു. ഇത്രയൊക്കെ ചെയ്തിട്ടും കുറ്റം എനിക്ക്. എന്ത് സ്നേഹമുള്ള ഭർത്താവ്. രത്നമ്മേ, ഒരു കുഞ്ഞിനോട് നീ ചെയ്യുന്ന ദ്രോഹത്തിനെല്ലാം തിരിച്ചടി നിനക്ക് കിട്ടാതിരിക്കില്ല. അതെത്രമാത്രം ഭീകരമായിരിക്കും എന്നാണ് ഇപ്പൊ എന്റെ പേടി. അതെ, ഭാര്യയെ പ്രാഗി തീർന്നെങ്കിൽ പറ, എനിക്ക് വേറെ ജോലിയുണ്ട്. വച്ചിട്ട് പോടി. നന്ദി കേട്ടോളെ. ഹലോ, വെച്ചോ?